ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് താരീഖുൽ ഇസ്ലാമിലെ വഹദത്തുൽ ഊല ഒന്നാമത്തെ പാഠം ഉസ്വത്തുൻ ഹസനത്ത് ഉദാത്തമായ മാതൃക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ടാണ് പാഠത്ത് പറയുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രവാചക ചരിത്രത്തോളം വിപുലവും സൂക്ഷ്മവും സത്യസന്ധവുമായ ഒരു ചരിത്രവും വേറെയില്ല. വ്യക്തികളുടെയും രാജ്യങ്ങളുടെയും സമൂഹങ്ങളുടേതുമായ ധാരാളം ചരിത്രങ്ങളുണ്ട്. എന്നാൽ അവയെല്ലാം പ്രവാചക ചരിത്രത്തേക്കാൾ വളരെ ചെറുതാണ്. ലക്ഷക്കണക്കിന് പേജുകളും നൂറുകണക്കിന് വാല്യങ്ങളുമുള്ള ഒരു പ്രപഞ്ചമാണ് പ്രവാചക ചരിത്രം. ലോകത്ത് ലഭ്യമായ ചരിത്രങ്ങളെല്ലാം വ്യക്തികളുടേതായാലും രാജ്യങ്ങളുടേതോ മറ്റോ ആയാലും നബി ചരിത്രത്തോളം സൂക്ഷ്മതയുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ സംസാരിച്ചു, നടന്നു, കിടന്നു, ഇരുന്നു, കുടിച്ചു, കുളിച്ചു തുടങ്ങിയ കാര്യങ്ങൾ പോലും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി ചരിത്രം കൃത്യമായ രേഖകളോടെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് അതിന് മറ്റെല്ലാ ചരിത്രങ്ങളിൽ നിന്നും വ്യത്യാസമാകുന്നു എന്നതിൻ്റെ മറ്റൊരു ലിപിയാണ് ഇവിടെ, എഴുത്ത് രീതിയാണ് ഇവിടെ കൊടുത്തത്. മനസ്സിലാക്കുക, വ്യതിരീകൃതമാകുന്നു പ്രത്യേകം മനസ്സിലാക്കണം. വ്യത്യാസമാക്കുന്നു എന്നതിൻ്റെ മറ്റൊരു വാക്കാണ് വ്യതിരീകൃതമാക്കുന്നു എന്ന്. മനസ്സിലാക്കുക. സംഭവങ്ങൾക്ക് സാക്ഷികളായ സത്യസന്ധരായ സ്വഹാബികളിൽ നിന്നും സത്യസന്ധരായ ആളുകളിലൂടെ പരമ്പര മുറിയാതെ നമ്മുടെ കൈകളിൽ എത്തിയതാണ് ആ ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നത് സാധാരണ ചരിത്രം പഠിക്കുന്നത് പോലെ കേവലം ചരിത്ര സംഭവങ്ങൾ അറിയാനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ സൂക്ഷ്മമായി അറിഞ്ഞ് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണത്. അവിടുന്ന് സത്യപ്രവാചകനാണെന്നും കേവലം ഒരു മഹാവ്യക്തി മാത്രമായിരുന്നില്ലെന്നും തിരിച്ചറിയാൻ അതിലൂടെ കഴിയും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള ഉദാത്ത മാതൃകയാണ് പ്രവാചക ജീവിതം. വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഉത്തമ മാതൃക അവിടെയുണ്ട്. ഭരണാധിപനും പ്രജക്കും അധ്യാപകനും വിദ്യാർത്ഥിക്കും പ്രബോധകനും പ്രബോധിതർക്കും കൃഷിക്കാർക്കും കച്ചവടക്കാരനും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിൽ പ്രവർത്തിക്കുന്നവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദാത്ത മാതൃകയുണ്ട്. അല്ലാഹു തആല പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ. വിശുദ്ധ ഖുർആൻ ശരിയായി ഗ്രഹിക്കാൻ നബി ചരിത്രം പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമാണ്. ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. കാന ഹുൽഖുൽ ഖുർആൻ. ആര് പറഞ്ഞു? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമാണ്. ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനാണ്. അതാണ് കാന ഹുൽഖുൽ ഖുർആൻ. മനസ്സിലാക്കുക. ഖബര വിജയം നേടാൻ നബി ചരിത്രം പഠിക്കണം. അതിനാവശ്യമായതെല്ലാം അവിടെ കാണാം. ഇസ്ലാമിനെ ശരിയായി മനസ്സിലാക്കാനും നബി ചരിത്രം പഠിച്ചേ തീരൂ. വിശുദ്ധ ഖുർആൻ, അതിൻ്റെ തഫ്സീറുകൾ, ഹദീസ് ഗ്രന്ഥങ്ങൾ, അവയുടെ വ്യാഖ്യാനങ്ങൾ, സീറകൾ, ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ, ഇവയെക്കുറിച്ച് ഗവേഷണം നടത്തിയ പണ്ഡിതന്മാരുടെ വിശകലനങ്ങൾ എന്നിവയാണ് നബി ചരിത്രത്തിൻ്റെ അടിസ്ഥാന രേഖകൾ. എന്താണ് നബി ചരിത്രത്തിൻ്റെ അടിസ്ഥാന രേഖകൾ? മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നന്നായി മനസ്സിലാക്കുക. നമുക്ക് തദ്രിബാത്ത് നോക്കാം. തദ്രിബാത്തിൽ ആദ്യം നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം,
വിശുദ്ധ ഖുർആൻ ശരിയായി ഗ്രഹിക്കാൻ പഠിക്കണം. എന്ത് പഠിക്കണം? നബി ചരിത്രം പഠിക്കണം. അപ്പൊ ഇതിന്റെ തദ്രിബാത്തിൽ എഴുതിയത് പകർത്തണ്ട, പാഠഭാഗത്ത് നോക്കിയിട്ട് ശരിയായത് എഴുതണം. ഇത് കുട്ടികളുടെ ബുക്കാണ്, അവരെഴുതിയത് നോക്കി അവരെഴുതിയ തെറ്റ് പകർത്തരുത്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ. അപ്പൊ ഇതാ വിശുദ്ധ ഖുർആൻ ശരിയായി ഗ്രഹിക്കാൻ നബി ചരിത്രം പഠിക്കണം. അപ്പൊ അതുവരെ അടയാളപ്പെടുത്തിയിട്ട് മനസ്സിലാക്കി പഠിക്കുക, എഴുതുക. അടുത്തത് കാന ഹുൽഖുൽ ഖുർആൻ. ആര് പറഞ്ഞു? ആരാണ് പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു അൻഹു. കാന ഹുൽഖുൽ ഖുർആൻ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമാണ് ഖുർആൻ എന്ന്. അപ്പൊ അത് ആയിഷ റളിയല്ലാഹു അൻഹു എന്ന് എഴുതാം. അടുത്തത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ളവർക്ക് ഉത്തമ മാതൃകയുണ്ട്. എവിടെ? ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ളവർക്ക് ഉത്തമ മാതൃകയുണ്ട്. എവിടെ? പ്രവാചക ജീവിതത്തിൽ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള ഉദാത്ത മാതൃകയാണ് പ്രവാചക ജീവിതം. അപ്പോൾ പ്രവാചക ജീവിതം എന്ന് എഴുതാം അവിടെ. അടുത്തത് എന്താണ്? ഏറ്റവും വിപുലവും സൂക്ഷ്മവും സത്യസന്ധവുമായ ചരിത്രമേത്? ഏതാണ്? പ്രവാചക ചരിത്രം. പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, പ്രവാചക ചരിത്രത്തോളം വിപുലവും സൂക്ഷ്മവും സത്യസന്ധവുമായ ഒരു ചരിത്രം വേറെയില്ല എന്ന്. അപ്പൊ അവിടെ നമുക്ക് പ്രവാചക ചരിത്രം എന്ന് എഴുതാം. അടുത്തത് നക്തുബുൽ ഫിക്ര, ഖണ്ഡിക എഴുതാനാണ്. പാരഗ്രാഫ് എഴുതണം. നബി ചരിത്രം മറ്റു ചരിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ എന്താണ് എഴുതാ? അപ്പൊ ഈ പാഠഭാഗത്തിന്റെ പ്രവാചക ചരിത്രം അവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ അവസാനം വരെയുണ്ട്. സത്യസന്ധരായ ആളുകളിലൂടെ പരമ്പര മുറിയാതെ നമ്മളുടെ കൈകളിലെത്തിയതാണ് ആ ചരിത്രം. അതുവരെയുള്ള പാഠഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ചുരുക്കി എഴുതാൻ കഴിയുന്ന രീതിയിൽ ചുരുക്കി എഴുതി ഒരു ഖണ്ഡിക എഴുതാം. അപ്പൊ എന്തെഴുതാം? പ്രവാചക ചരിത്രത്തോളം വിപുലവും സൂക്ഷ്മവും സത്യസന്ധവുമായ ഒരു ചരിത്രം വേറെയില്ല, അങ്ങനെ എഴുതാം. പിന്നെന്താണ്? മറ്റു ചരിത്രങ്ങളെല്ലാം പ്രവാചക ചരിത്രത്തെക്കാൾ വളരെ ചെറുതാണ്, അതെഴുതാം. പിന്നെതാ ലോകത്ത് ലഭ്യമായ ചരിത്രങ്ങളെല്ലാം വ്യക്തികളുടേതായാലും രാജ്യങ്ങളുടേതായാലും മറ്റു ആയാലും നബി ചരിത്രത്തോളം സൂക്ഷ്മതയുള്ളതല്ല, അതെഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. എങ്ങനെ സംസാരിച്ചു, നടന്നു, കിടന്നു, ഇരുന്നു, അതൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ പോലും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി ചരിത്രം കൃത്യമായ രേഖകളോടെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് അതിന് മറ്റെല്ലാ ചരിത്രത്തിൽ നിന്നും വ്യത്യാസപ്പെടുത്തുന്നു. അതൊക്കെ ഒരേ ആക്കിയിട്ട് ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് ചുരുക്കി എഴുതുക. അടുത്തത് നബി ചരിത്രം പഠിക്കുന്നതിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണ്? അത് ഇവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നത് സാധാരണ ചരിത്രം പഠിക്കുന്നത് പോലെ കേവലം ചരിത്ര സംഭവങ്ങൾ അറിയാനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ സൂക്ഷ്മമായി അറിഞ്ഞ് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണത്. അവിടുന്ന് സത്യപ്രവാചകനാണെന്നും കേവലം ഒരു വ്യക്തി മാത്രമായിരുന്നില്ലെന്നും തിരിച്ചറിയാൻ അതിലൂടെ കഴിയും. അതിൻ്റെ കൂടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള ഉദാത്ത മാതൃകയാണ് പ്രവാചക ജീവിതം. വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഉത്തമ മാതൃക അവിടെയുണ്ട്. അപ്പൊ ഈ പേരുകളൊന്നും എഴുതി വെക്കണമെന്നില്ല, പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതി വെക്കാം. ജീവിതത്തിലെ എല്ലാ തുറകളിൽ പ്രവർത്തിക്കുന്നവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദാത്ത മാതൃകയുണ്ട്. അപ്പൊ അതൊക്കെ എഴുതി ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് അത് പൂർത്തീകരിക്കുക. കൂടെ ഇതുകൂടി എഴുതണം. വിശുദ്ധ ഖുർആൻ ശരിയായി ഗ്രഹിക്കാൻ നബി ചരിത്രം പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമാണ്. ഇഹപര വിജയം നേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കണം. അതിനാവശ്യമായതെല്ലാം അവിടെ കാണാം. ഇസ്ലാമിനെ ശരിയായി മനസ്സിലാക്കാനും നബി ചരിത്രം പഠിച്ചേ തീരൂ. അപ്പൊ നബി ചരിത്രം പഠിക്കുന്നതിന്റെ ഉദ്ദേശം ഈ 3 പാരഗ്രാഫും നന്നായി മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ചുരുക്കി എഴുതുക, അതാണ് വേണ്ടത്. അടുത്ത എന്താണ്? നബി ചരിത്രത്തിന്റെ അടിസ്ഥാന രേഖകൾ. നബി ചരിത്രത്തിന്റെ അടിസ്ഥാന രേഖകൾ എന്തൊക്കെയാണ്?
വിശുദ്ധ ഖുർആൻ, അതിൻ്റെ തഫ്സീറുകൾ, ഹദീസ് ഗ്രന്ഥങ്ങൾ, അവയുടെ വ്യാഖ്യാനങ്ങൾ, സീറകൾ, ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ, ഇവയെക്കുറിച്ച് ഗവേഷണം നടത്തിയ പണ്ഡിതന്മാരുടെ വിശകലനങ്ങൾ എന്നിവയാണ് നബി ചരിത്രത്തിൻ്റെ അടിസ്ഥാന രേഖകൾ. അപ്പോൾ ഇവിടുന്ന് തൊട്ടിട്ട് ഇതുവരെയാണ് അതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. നബി ചരിത്രത്തിൻ്റെ അടിസ്ഥാന രേഖകൾ ഏതെന്നുള്ളതിൻ്റെ ആൻസറാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ബുക്ക് നീക്കാൻ മറന്നിരുന്നു. അപ്പോൾ ഇവിടെ തൊട്ടിട്ട് ഇതുവരെ എഴുതി ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതുക. അടുത്തത് നുത്തർജി പരിഭാഷപ്പെടുത്താനാണ്, അർത്ഥം എഴുതാൻ. കാന ഹുൽക്കുഹുൽ ഖുർആൻ, കാന ഹുൽക്കുഹുൽ ഖുർആൻ, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. കാന ഹുൽക്കുഹുൽ ഖുർആൻ. അപ്പോൾ അത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്. മനസ്സിലാക്കി പഠിക്കുക, സാരം പഠിക്കുക, അറബി. അടുത്തത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ, അതിൻ്റെ സാരാണ് എഴുതേണ്ടത്. എന്താണ് അതിൻ്റെ അർത്ഥം? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദാത്ത മാതൃകയുണ്ട്, അതായത് ഉത്തമ മാതൃകയുണ്ട്. അപ്പോൾ നമുക്കത് മനസ്സിലാവുന്ന രീതിയിൽ എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമ മാതൃകയുണ്ടെന്ന് അതിൻ്റെ അർത്ഥം അവിടെ എഴുതാം. ഉത്തമ മാതൃക. അപ്പോൾ ഉദാത്ത മാതൃക നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. ഉത്തമ മാതൃക അതങ്ങനെ എഴുതിയാലും ഉസ്താദ് പരീക്ഷക്കൊക്കെ ശരിയിടുന്നതാണ്. രണ്ടും അർത്ഥം ഒന്നാണ്. അപ്പോൾ അത് മനസ്സിലാക്കി എഴുതട്ടെ എല്ലാവരും. അടുത്ത തഹസീസ് പ്രവർത്തനമാണ്. ക്ലാസ് എന്നൊക്കെ ചെയ്യാനുള്ള വർക്കാണ് അവിടെ വന്നത്. എന്താണ്? നബി ചരിത്രത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കാൻ. അപ്പോൾ ഈ പാഠഭാഗം മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഉപന്യാസം തയ്യാറാക്കാനാണ്. അപ്പോൾ അവിടെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? നമ്മൾ പാഠഭാഗത്തിൽ നബി ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ ഭാഗമൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് ചുരുക്കി എഴുതുകയാണ് അവിടെ വേണ്ടത്. അപ്പോൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അതെന്താണെന്ന് ആലോചിച്ച് ആരും മെസ്സേജ് ചെയ്യേണ്ട. അത് ആ പാഠഭാഗം നിങ്ങൾ മനസ്സിലായത് ചുരുക്കി എഴുതുക. നബി ചരിത്രത്തെക്കുറിച്ച്, നബി ചരിത്രത്തിൽ എന്താണുള്ളത് എന്നൊക്കെ ചുരുക്കി എഴുതിയാൽ മതി. മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. അപ്പോൾ ഒന്നാമത്തെ പാഠമായ ഉസ്വത്തുൻ ഹസനത്തുൻ എന്ന പാഠഭാഗം ഇത്രയാണുള്ളത്. എല്ലാവരും പാഠഭാഗം നന്നായി മനസ്സിലാക്കുക. അന്നെടുക്കുന്ന പാഠങ്ങൾ അന്നന്ന് തന്നെ പഠിക്കുക. പരീക്ഷയ്ക്ക് ബുദ്ധിമുട്ടില്ലാതെ പഠിക്കാൻ കഴിയും. അന്നെടുക്കുന്ന പാഠങ്ങൾ അന്നന്ന് പഠിച്ച് അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നല്ല വിജയം നേടാനൊക്കെ തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.